ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം ആപദാമപഹർത്താരം ധാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന നമ്മുടെ ഈ രാമായണ പഠനത്തിൻ്റെ 32ാമത്തെ ഭാഗമാണ് നമുക്കിന്ന് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശം, ഒരു ഉപദേശം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് കൊടുക്കുകയാണ്. എന്തിനാ ഈ ഉപദേശം കൊടുക്കുന്നത്? തൻ്റെ ഉള്ളിൽ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രോഷം വന്നു. നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഇത്തരത്തിലുള്ള രോഷങ്ങൾ. നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അറിയാതെ ചിലപ്പോൾ നിങ്ങൾ ദേഷ്യം കൊണ്ടിട്ട് വിറക്കും. ആ അവസരത്തിൽ വായും തുമ്പിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു പോവുക എന്ന് അറിയില്ല. അപ്പം അത്തരത്തിൽ രോഷകുലനായ ഈ ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ അതിനെ വളരെ നയപരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളും ശ്രീരാമചന്ദ്രനെ പോലെ കൈകാര്യം ചെയ്യണമെന്നാണ് വാൽമീകി ഈ രാമായണം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ ശത്രുക്കൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നയപരമായി കൈകാര്യം ചെയ്യണമെന്ന് ഇവിടെ ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്, എന്താണ്? ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനി ആയതാ വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നോ മറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നിതിൽ ക്രോധമറികടോ. മാതാപിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുഭമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പിതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ.
സാരജ്ഞനായ നീ കേൾസുക ദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭഗവത്ഗീത എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടു, എല്ലാവർക്കും അറിയാം. മാനവരാശിക്ക് വേണ്ടി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ച കാര്യം വരും തലമുറയ്ക്ക് പോലും എപ്പോഴും ഏതവസരത്തിലും ഉപകരിക്കുന്നതാണ് എന്ന്. എന്നാൽ അതേപോലെ തന്നെയാണ് ഈ ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള രാമഗീതയും. വളരെയേറെ കൃത്യമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാലും വെറുതെ വായിച്ചിട്ട് പോയിട്ടൊരു കാര്യമില്ല. ഈ ഭാഗം നമ്മൾ പ്രത്യേകിച്ച് ഉപദേശങ്ങളുടെ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അർത്ഥമറിഞ്ഞ് വായിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ, എന്നാലേ ഗുണമുണ്ടാവുള്ളൂ. ഇവിടെ പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നത് ലക്ഷ്മണൻ ഇപ്പോൾ കോപം കൊണ്ടിങ്ങനെ ജ്വലിച്ചില്ലേ. എന്തുകൊണ്ടാണ് ജ്വലിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എൻ്റെ ഈ ദേഹം കൊണ്ട് നിരവധി കഴിവുകൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വേണ്ടി വന്നാൽ ദശരഥനെ പിടിച്ച് തടവറയിലാക്കും, അവരുടെ സിൽബന്ധികളെ കൊന്നുകളയാം എന്നൊക്കെ പറയുന്നത് തൻ്റെ കരബലത്തോടുള്ള ആ വിശ്വാസമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അതിനോട് അത്ര കണ്ട് ആ ദേഹത്തിനെ വിശ്വസിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ദേഹം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം തന്നെ മാംസവും രക്തവും അസ്ഥിയും തൊലിയും മലവും മൂത്രവും ശുക്ലവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു വസ്തുവാണ് എന്ന് പറഞ്ഞു. കൂടാതെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു, ഇല്ലേ? ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ അഹങ്കരിക്കുന്നത്. ഇതേക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അത്ര കണ്ടുണ്ട്, ഒരു ദിവസത്തെ പ്രഭാഷണത്തിനുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ ശരീരം കേവലം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആ ശരീരം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അഭിമാനിക്കുന്നത്. എന്നാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നമ്മൾക്കറിയാം? അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, ഇത്രയും സാധനമാണ് ഈ ശരീരം, അതിൻ്റെ ഘടകം. അപ്പോൾ നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികളുടെ ഒരു വിശ്വാസം എന്താണെന്നറിയോ? നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട് ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിപ്പിക്കണം. ക്രിസ്ത്യൻ വിഭാഗക്കാർ പറയുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ പോകൂ എന്നാണ് പറയുന്നത്. മണ്ണ് മാത്രം എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ബൈബിളിൽ പറയുന്നു, ആദ്യ ഭാഗത്ത് പറയുന്നു, മനുഷ്യനെ കർത്താവ് മണ്ണുകൊണ്ട് ഉണ്ടാക്കി, എന്നിട്ട് മൂക്കിലേക്ക് ഊതിയപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മണ്ണിലേക്ക് തന്നെ പോകണം എന്നുള്ള സങ്കല്പമാണ് അവരെ കുഴിച്ചിടുന്നത്. എന്നാൽ സനാതനധർമ്മം അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മണ്ണിൽ കുഴിച്ചിട്ടു, ഒരു ജനങ്ങൾ പാർക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്താണല്ലോ നമ്മൾ ശവം വെക്കുക. ഇപ്പം വീട് വെക്കാൻ സ്ഥലത്തോട് ശവപ്പറമ്പിൽ പോലും വീട് വെക്കുന്ന കാലഘട്ടമാണ്. അവിടെ നമുക്ക് കിണർ കുത്തി വെള്ളം കുടിക്കാൻ പറ്റുമോ? എത്ര ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുസ്ലിം ഈ മക്ബറയുടെയൊക്കെ അടുത്തായിട്ടുള്ള വീടുകളിലും ഹോട്ടലിലൊക്കെ ചില വെള്ളത്തിലൊരു എണ്ണ മെഴുക്കുണ്ടാവും. ഇതൊക്കെ വെള്ളത്തിലേക്ക് ലയിക്കുക. ഈ ശരീരത്തിൽ നിന്ന് ദ്രവിച്ചിട്ടുള്ള ആ സാധനം ഈ കിണറിലേക്ക് എത്തിച്ചേരും. അതന്നെ ഈ ക്രിസ്ത്യൻ ശവക്കോട്ടയുടെ അടുത്തൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും, അങ്ങനെയുള്ള കിണറുകളിൽ. അപ്പം പ്രകൃതിക്ക് ദോഷകരമാണത്. എന്നാൽ സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന ശ്രേഷ്ഠമായത് നോക്കൂ, നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ അഗ്നിയിലാണ് ദഹിപ്പിക്കുന്നത്. അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ അവിടെ എന്തൊക്കെ തത്വങ്ങൾ വന്നു അറിയോ? തീ എന്തായാലും വേണമല്ലോ, അപ്പോഴത് അഗ്നി തത്വമായി. ആ അഗ്നി കത്തണമെങ്കിൽ വായു വേണം, വായു ഇല്ലെങ്കിൽ കത്തില്ല. അതുകൊണ്ട് അവിടെ വായുവിൻ്റെ തത്വമായി. ഈ അഗ്നി വായു ഉപയോഗിച്ച് കത്തുന്ന അവസരത്തിൽ ഇത് എങ്ങോട്ടാണ് പൊങ്ങുന്നത്? ഇത് ആകാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഗ്നിയും വായുവും ആകാശവും 3 തത്വങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെയുള്ളത് എന്താ? 2 തത്വമാണ്. അത് ജലതത്വവും മണ്ണിൻ്റെ ഭൂമിയുടെ തത്വവുമാണ്. ആ ഭൂമിയുടെ തത്വത്തിലേക്കാണ് 5-ാം ദിവസമാണ് സഞ്ചയനം നടത്തുന്നത്. എന്തിനാണ് 5-ാം ദിവസം നടത്തുന്നത്? ഈ ദഹിപ്പിച്ച ശരീരത്തിൻ്റെ എല്ലുകൾ പൂർണ്ണമായും തണുത്തുറക്കണം. ആ എല്ല് തണിയണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് ദിവസം കുറച്ച് നല്ലപോലെ ആ മണ്ണിൽ കിടന്നിട്ട് നല്ലപോലെ തണിയണം, ചൂട് മുഴുവൻ ഇല്ലാതെ ആകണം. അങ്ങനെ 5-ാം ദിവസം ആകുമ്പോഴാണ് പൂർണ്ണമായിട്ട് അത് തണുക്കുക.
ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലുകൾ മുഴുവൻ തന്നെ ഇങ്ങോട്ട് വാരിയെടുക്കും. എല്ലുകളെല്ലാം പൊറുക്കിയെടുക്കും. അതായത് ദഹിക്കാത്ത എല്ലുകൾ പൊറുക്കി ഒരു മൺപാത്രത്തിലാക്കി വെക്കും. എന്നിട്ടോ ഈ പറയുന്ന ഭസ്മം, അവിടെയുള്ള ഭസ്മം ഉണ്ടല്ലോ, ആ ഭസ്മം മുഴുവനും ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, കുറേ മണ്ണിലുണ്ടാവല്ലോ. അത് നമ്മളവിടെ എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ കിളച്ചു മറച്ചിട്ട് അവിടെ നവധാന്യങ്ങൾ വിതറി അത് മുളപ്പിക്കും. എന്ന് വെച്ചാൽ ഇതിനെ വളമായി ഉപയോഗിക്കുന്നു. അത് മണ്ണിലേക്ക് ലയിച്ചു. ഇനിയുള്ളത് കുറേ എല്ല് കാര്യങ്ങളാണ്. ഇത് നമുക്ക് ജലത്തിൽ ലയിപ്പിക്കണം. എന്നാൽ വിവരമില്ലാത്ത കുറേ ആൾക്കാർ ചെയ്യുന്നതാണെന്നറിയോ, ഇത് കൊണ്ടുവച്ചിട്ട് 5-ാം ദിവസമോ 10-ാം ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോയി നമ്മൾ അങ്ങ് ജലത്തിലേക്ക് ഒഴുക്കരുത്. പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കാനാണ് പറഞ്ഞത്. ഒഴുക്കി കഴിഞ്ഞാൽ എല്ല് ലയിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഭസ്മാണ് നമ്മൾ നേരത്തെ കൊണ്ടുപോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ദിവസം കൊണ്ടുപോയിട്ട് ഒഴുക്കും. ബാക്കിയുള്ള എല്ല് ഏതെങ്കിലും പാലുള്ള മരത്തിൻ്റെ തായ്തടിയോട് ചേർത്ത് കെട്ടിവെക്കും. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം ഈ ഇപ്പോൾ പ്ലാവാവാം, ചെമ്പകമാകാം, ഇങ്ങനെയുള്ള മരത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് അവിടെ ഈ മൺപാത്രം അവിടെ കുഴിച്ചിടും. എന്തിനാണെന്നറിയോ? ഈ മരവും ഈ മൺപാത്രവും തമ്മിലുള്ള രാസപ്രവർത്തനം നടക്കും. കാരണം മണ്ണാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ല് ഈ രാസപ്രവർത്തനത്തിലൂടെ അതിനകത്തുള്ള എല്ല് നിശ്ചിത ദിവസം പൗഡർ പോലെയാകും. അതിനു വേണ്ടിയാണ് നമ്മളത് അവിടെ കുഴിച്ചിടുന്നത്, അല്ലെങ്കിൽ ഈ തായ്തടിയോട് കെട്ടി വെക്കുന്നത്. അത് എത്ര ദിവസം വെച്ചാലും ദോഷമൊന്നുമില്ല. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അത് പൗഡർ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് ജലാരാശിയിൽ അങ്ങോട്ട് ഒഴുക്കും. അവ ജലത്തിൽ ലയിപ്പിച്ചു, മണ്ണിൽ ലയിപ്പിച്ചു, അഗ്നിയിൽ ലയിപ്പിച്ചു, വെള്ളത്തിലും എല്ലാത്തിലും, ആകാശത്തിലും വായുവിലും ഒക്കെ ലയിച്ചു. പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നു പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരമാണ് നമ്മുടേത്. അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം എന്തൊക്കെയുള്ളത്? മലവും മൂത്രവും ശുക്ലവും അസ്ഥിയും മജ്ജയും ഇങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഈ സാധനം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അഹങ്കരിക്കുന്നത്. അപ്പോൾ ആ ശരീരമാണ് ഇവിടെയുള്ളത്. ലക്ഷ്മണൻ വെച്ചിട്ട് ആ ലക്ഷ്മണൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആ അവസരത്തിൽ ഈ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, ഈ ദേഹാഭിമാനം നിമിത്തമാണ് നിനക്കുണ്ടായ ഈ മോഹത്തിന് കാരണം. ഈ ലോകത്തെ ദഹിപ്പിക്കാൻ പോലും നീ തയ്യാറായില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ഈ ദേഹത്തെക്കുറിച്ച് നീ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും ഇങ്ങനെ ദേഹത്തെ വിചാരിച്ച് ഇങ്ങനെ അഭിമാനം കൊള്ളും. വലിയ ശരീരം, പൊക്കമുള്ള ശരീരം, നല്ല ആരോഗ്യമുള്ള ശരീരം, നല്ല സൗന്ദര്യമുള്ള ശരീരം, നല്ല മുഖശ്രീയുള്ള ശരീരം എന്നൊക്കെ നമ്മൾ ഇത് കൊള്ളുന്നില്ലേ? ഏത് നിമിഷവും ഈ ആത്മാവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതെന്താ? വെറും ജഡാണ്. പുഴുക്കളൊക്കെ അരിക്കുന്ന സാധനം ഇത്. ഒരു ചെറിയൊരു അസുഖം വന്ന തീർന്നു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നീ ദേഹത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന സമയത്ത് അതിൻ്റെ ദോഷം നീ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരുടെ ചിന്ത ഈ ദേഹമാണ് നമ്മളെന്നാ. ഈ ദേഹമാണോ നമ്മൾ? ഈ ദേഹത്തിൽ നിന്നും ഉള്ള ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനെ നമ്മൾ ആത്മാവെന്ന് പറയും. ഈ ആത്മാവ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ദേഹത്തിന് എന്ത് വിലയാണുള്ളത്? ആർക്കെങ്കിലും വേണോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആ ആത്മാവ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിനോട് ഏറ്റവും ബന്ധമുള്ളത് ഭാര്യയ്ക്കും ഭർത്താവിനുമായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായിരിക്കും. ഒരാൾ പോലും ഈ ശരീരം പിന്നെ വേണ്ട അവർക്ക് ഈ ശരീരം എനിക്ക് സ്ഥിരമായിട്ട് കാണാമെന്ന് കരുതി വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇത്രയും കാലം എൻ്റെ പേരെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇനിയും ഇതിനെ സൂക്ഷിക്കാന്ന് വെച്ചാൽ പറ്റുമോ? പറ്റില്ല. ഈ ശരീരം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീരവാദങ്ങളൊക്കെ മുഴക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശരീരമാണ് നമുക്ക് മോഹമുണ്ടാക്കുന്നത്. ഈ ശരീരമാണ് നമുക്ക് ഈ മോഹത്തെ ജനിപ്പിക്കുന്നത്. അത് ശരിക്കും അവിദ്യയാകുന്നു. എന്താണ്? ഈ ശരീരം കൊണ്ട് പലതും നേടിയെടുക്കാമെന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മുടെ അറിവില്ലായ്മയാകുന്നു, അത് അവിദ്യയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളാരാണ്? ഞാൻ ദേഹമല്ല എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ആത്മാവാണ് എന്ന ബോധം നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്താണ് അത് വിദ്യയാകുന്നത്. ഇത് ആത്മാവാണെന്ന ബോധം നമുക്ക് എപ്പോഴുണ്ടാവോ അതായത് അറിവ് നേടി. ഇപ്പോൾ ഈ രാമായണത്തിൻ്റെ ഈ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം, ശരിയാണല്ലോ, നമ്മളൊക്കെ എന്താണ് ശരിക്കും ഈ ശരീരത്തെ ഏത് നിമിഷം നമ്മുടെ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ എല്ലാവരും കാണത്തക്ക എന്താ പറയാന്നറിയോ? ഈ ആത്മാവ് പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിൽ പറയും, അല്ല ഈ വിനോദിൻ്റെ ബോഡി കൊണ്ടുവന്നോ ചോദിക്കില്ലേ? വിനോദിൻ്റെ ബോഡി കൊണ്ടുവന്നു.
വിനോദിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തോ? വിനോദിൻ്റെ ബോഡി എപ്പോഴാണ് എടുക്കുക? അപ്പോൾ ഈ വിനോദ് ആരാ? ബോഡി ഏതാ? അപ്പോൾ ഈ വിനോദിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ബോഡി വേറെയാണ്, വിനോദ് വേറെയാണ്, രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ആ വിനോദാണ് ഈ ആത്മാവ്. ആത്മാവിനാണ് നമ്മൾ പേരിട്ടത്, ശരീരത്തിനല്ല പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിൻ്റെ പേര് ഇവിടെ വിനോദ് എന്നും വേറൊരാൾക്ക് വേറൊരു പേരും ഉണ്ടാവും. ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ആത്മാവാണ് സത്യം. ആ ആത്മാവിന് മരണമില്ല. ഈ ശരീരം സത്യമല്ല, ഈ ശരീരത്തിന് നാശമുണ്ട് എന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് നമ്മുടെ വിദ്യ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴാണോ ഈ അറിവിനെ മറച്ചും കൊണ്ട് ആ അജ്ഞാനമാകുന്ന അറിവ്, ഈ ശരീരമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നതോ, ആ സമയത്ത് നമ്മൾക്ക് അഹങ്കാരമുണ്ടാകുന്നു. നമ്മൾ ദൈവത്തെ പോലും മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓരോന്നും പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നില്ലേ, മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നില്ലേ, ഓരോന്നിനെ പറ്റിക്കുന്നില്ലേ, ഓരോന്നിനെ കൊല്ലുന്നില്ലേ, പല വൃത്തികേടുകൾ കാണിക്കുന്നില്ലേ. ഇതൊക്കെ എന്തുകൊണ്ടറിയാം? ഇതെല്ലാം ശരീരമാണ് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ്. ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വിട്ടുപോകും, ഏത് നിമിഷവും വിട്ടുപോകും. ഇതേ ആത്മാവാണ് മറ്റുള്ളവരിലെല്ലാത്തിലും ഉള്ളത്. അതൊക്കെ വ്യത്യസ്തമായ ശരീരമാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ അറിവ് നേടുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അറിവ് നേടില്ല. അപ്പോൾ ആ അറിവ് നേടിയ ആൾക്കാർ ഇതാണ് യഥാർത്ഥം, ഇതാണ് ശരി എന്ന് തോന്നി, ആ ആത്മാവാണ് ശരി, ശരീരം ശരിയല്ല എന്ന് തോന്നി, ഏകാഗ്രതയോടുകൂടി നമ്മൾ ആത്മവിദ്യയുടെ പരിശീലനം നേടണം. എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? നമ്മൾ ആരാ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ നമ്മൾ സാക്ഷാൽ ആ പരമാത്മാവുടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം, ആ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് എൻ്റെ ഉള്ളിലുണ്ടായ ആത്മാവ്. അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുമ്പോൾ അതിനെ പരമാത്മാവെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ മാത്രം ഉണ്ടാകുമ്പോൾ അതിന് ജീവാത്മാവെന്ന് പറയുന്നു. ഈ ശരീരത്തിൽ നിന്നും ഈ ജീവാത്മാവ് വെളിയിലേക്ക് പോകുന്നു, മറ്റൊരു ശരീരത്തിലേക്ക് കയറുന്നു എന്ന് വെച്ചാൽ ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. മോക്ഷത്തിലേക്ക്. അപ്പോൾ മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ മോക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിരവധി ശത്രുക്കളുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ശത്രുക്കൾ? അവിടെ കാമവും ക്രോധവും ലോഭവും മോഹവും തുടങ്ങിയ നിരവധി ശത്രുക്കൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമെന്നറിയടോ എന്ന് പറഞ്ഞു. അതിന് മുമ്പത്തെ ഇതിൽ പറഞ്ഞു കാമക്രോധ ലോഭ മോഹാദികളാണ് നമ്മുടെ ശത്രുക്കളെന്ന്. എന്താണ് അതിൻ്റെ ഇത്? വളരെ താത്വികമായിട്ടൊരു വിഷയമാണ്. ഇത് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്. എന്താണ് ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്? മോക്ഷം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തവർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. നന്മ ചെയ്തവർ, പുണ്യം ചെയ്തവരൊക്കെ തന്നെ അവരൊക്കെ സ്വർഗത്തിലെത്തിച്ചേരും. പാപം ചെയ്തവരെല്ലാം തന്നെ നരകത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ പുണ്യം ചെയ്ത ആൾക്കാരെല്ലാം മോക്ഷത്തിലേക്ക് എത്തും, പാപം ചെയ്തവരെല്ലാം നരകത്തിലെത്തും. ഇതാണ് നമ്മുടെ ചിന്ത. എന്ന ഈ ധാരണ നമ്മൾ മാറ്റണം. നമ്മൾ ഇപ്പോൾ സാധാരണക്കാരല്ല, നമ്മൾ ശ്രേഷ്ഠമായ രാമായണം വായിച്ച് പഠിച്ച് ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പഠിതാക്കളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. യഥാർത്ഥത്തിൽ ഈ മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് പുണ്യകർമ്മം ചെയ്തവർക്കല്ല, നന്മ ചെയ്തവർക്കല്ല. പാപം ചെയ്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നരകം കിട്ടുമെന്നിരിക്കട്ടെ, പുണ്യം ചെയ്തവർക്ക് എന്താ കിട്ടുക? സ്വർഗം കിട്ടും, മോക്ഷം കിട്ടില്ല. എന്താ പാപം ചെയ്തവരുടെ നരകം എന്താണെന്നറിയോ? അവരുടെ അടുത്ത ജന്മം നരകീയമാറ്റും, നരകയാതനയായിരിക്കും തൊട്ടടുത്ത ജന്മത്തിൽ. കണ്ടിട്ടില്ലേ പലരും ജന്മനാ തന്നെ അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ കിടപ്പിലായിട്ട് പലതരത്തിലുള്ള യാതനകൾ അനുഭവിക്കുന്നില്ലേ? മുൻജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. അതാണ് നരകം. സ്വർഗത്തിലില്ല എത്രയോ ആൾക്കാർ. നമ്മൾ പറയില്ലേ അംബാനിക്കൽ എന്താ സുഖം, അവർക്ക് ഒന്നും ചിന്തിക്കില്ല, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളുണ്ട്, മുൻപ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നത്. നമ്മളിൽ ഓരോ ആൾക്കാരും പറയാറുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, അവരെപ്പോഴും സന്തോഷത്തിലാണ്. അവർക്ക് എന്താ സന്തോഷം ഇല്ലാണ്ടിരിക്കാൻ കാരണം? സന്തോഷം ഉണ്ടാവാൻ കാരണം എന്താ? അവർ മുൻപ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്, മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മഫലമാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ഒത്തിരി ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അടുത്ത ജന്മം സ്വർഗതുല്യമായ ജന്മമാണ് കിട്ടുക. ബുദ്ധിമുട്ട് കഷ്ടപ്പാടുമില്ലാത്ത നല്ല ജന്മം കിട്ടും. അതുപോലെ കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ
വളരെ ക്ലേശകരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജന്മമായിരിക്കും കിട്ടുക. എന്നാൽ മോക്ഷം എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മോക്ഷം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുക എന്താണ് മോക്ഷം എന്ന്. നമ്മൾ പറയുന്ന പുണ്യകർമ്മങ്ങൾ, ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നു, ഒരാൾക്ക് നമ്മൾ സേവനം ചെയ്യുന്നു, രക്തം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഒരു കളവും പറയുന്നില്ല, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, തീർത്ഥാടനം നടത്തുന്നുണ്ട്, ഭഗവാൻ ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ട്, ഭഗവാൻ വഴിപാട് നടത്തുന്നുണ്ട്, എല്ലാം ശരിയാണ്. മോക്ഷത്തിലേക്ക് എത്തില്ല. മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഇതൊന്നും പോരാ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങളാണ്. ഈ പുണ്യം എത്രയുണ്ടായാലും മോക്ഷത്തിലേക്ക് എത്തില്ല. ആ വിഷ്ണുപാദത്തിലേക്ക് എത്താൻ, ആ ഭഗവാനിലേക്ക് ലയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാണെന്ന് അറിയുന്നത്. ഇവിടെ നമ്മൾ ഒരാൾക്കൊരു പുണ്യകർമ്മം ചെയ്യാണ്. ഒരാൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ്. ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന റോഡിൽ കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, വേഗം അവിടെ നിന്ന് വണ്ടി നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ബസ്സിലാണെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ നടന്നു പോകുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം പോയിട്ട് ഇവരെ വാരിയെടുത്തു. അപ്പോൾ ഭഗവാൻ, ഞാനൊരു ശ്രേഷ്ഠമായ പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഒരു അപകടം പറ്റുമ്പോൾ എനിക്ക് സഹായിക്കാൻ തോന്നിയല്ലോ, ഇവൻ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പുണ്യമായിരിക്കും ലഭിക്കുക, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ വേഗം കൊണ്ടുപോകുന്നു, ഞാൻ എത്ര നല്ല പുണ്യകർമ്മമാണ് ചെയ്യുന്നത്, ഞാൻ നല്ല ശ്രേഷ്ഠമായ കർമ്മമാണ് ചെയ്യുന്നതെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കട്ടെ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മോക്ഷത്തിലേക്ക് എത്താനുള്ള കാര്യം. മോക്ഷത്തിലേക്ക് എത്താനുള്ള വേറെ കാര്യമുണ്ട്. ഇതിൽ നിന്ന് വേറൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ട് ആ കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മളോട് പറയാണ്, വിശന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, വല്ലാതെ ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ അയാൾ പറയുന്നത്, ഇതന്നെയാണ് പുണ്യം. നമ്മൾ മുന്നിൽ വരുന്ന ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാരണക്കാരന് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ് ഒരു ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ വിശക്കുന്നവർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് തോന്നി അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കയറ്റി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. കണ്ട, ഇതാണ് യഥാർത്ഥത്തിലെ പുണ്യം. മോക്ഷം കിട്ടില്ല. പുണ്യം കിട്ടും, പുണ്യം ഇഷ്ടംപോലെ കിട്ടും, നിങ്ങൾ അതാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്നാൽ മോക്ഷം എന്ന് പറയുമ്പോൾ ആദ്യം ആക്സിഡൻറ്റ് പറ്റിക്കിടക്കുന്ന ഒരാളെ കാണുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവണം. എന്താണ് മോക്ഷത്തിലേക്കുള്ള മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. വളരെ കടുപ്പമുള്ള ഭാഗമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നും ഞാനൊരു ആക്സിഡൻ്റ് ആയ ഒരാളെ കാണുന്ന അവസരത്തിൽ ഇവിടെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? നമ്മുടെ ശരീരമല്ല, നമ്മുടെ ആത്മാവാണ് ശരിയായത്. അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ആ ആത്മാവാണ് ഈശ്വരൻ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഈശ്വരനുണ്ട്. ആ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നതും സാക്ഷാൽ നാരായണൻ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ നാരായണനെ എന്താ വേണ്ടത്? സേവിക്കുവാനുള്ളൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. നാരായണ സേവ ചെയ്താൽ നമ്മൾ എവിടെ എത്തും? മോക്ഷത്തിലെത്തും. സഹായമല്ല ചെയ്യേണ്ടത്, സേവയാണ്. ഭഗവാനെ, എനിക്കൊരു നല്ലൊരു അവസരം കിട്ടിയിരുന്നു. ഭഗവാൻ ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഭഗവാൻ നാരായണൻ തന്നെയാണ് എൻ്റെ മുന്നിൽ എന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഭഗവാനെ സേവിക്കാനുള്ള ഈ അവസരം ഞാൻ മുതലാക്കണമെന്ന് കരുതി അദ്ദേഹത്തിന് വാരിയെടുത്തിട്ട്, ഇത് സാക്ഷാൽ നാരായണനാണെന്നുള്ള ചിന്തയോടുകൂടി അത് വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പരിചരിക്കുകയാണ്. ആരാ? ഇവിടെ പുണ്യമല്ല. കാരണം എന്താ? ഇവിടെ നാരായണനെ പരിചരിക്കുവാനുള്ള അല്ലെങ്കിൽ സേവിക്കുവാനുള്ള ഒരു അവസരമാണ്. അത് എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അസുലഭ നിമിഷമാണ്. ഇത് സേവനമാണ്. എനിക്ക് ഇങ്ങനെയെങ്കിലും ഭഗവാനെ സേവിക്കാൻ പറ്റിയല്ലോ ഭഗവാനെ. അതല്ലെങ്കിൽ എൻ്റെ മുന്നിൽ കാണില്ലല്ലോ. വേറെ എത്രയോ ആൾക്കാർ അതുവഴി കടന്നു പോകുന്നു. എൻ്റെ മുന്നിൽ കണ്ടത് എന്തുകൊണ്ടാണ്? എനിക്ക് സേവിക്കുവാനുള്ളൊരു അവസരം ഭഗവാൻ തന്നിരിക്കുകയാണ്. ഇതുപോലെ ഇനിയൊരു അവസരം ഉണ്ടാക്കി തരേണ്ട ഭഗവാനെ, അങ്ങയെ സേവിക്കുവാൻ വേണ്ടി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരാൾ വന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നത്. ഇതാ ഉടനെ എന്തൊരു ഭാഗ്യമാണ് ഇത്, ഇത് രണ്ടാമതൊരു നാരായണൻ. ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ്. ഈ ഈശ്വരൻ എൻ്റെ മുന്നിലേക്ക് വരികയാണ്. വീണ്ടും ഒരു ഇതിനു വേണ്ടി ഞാൻ അയാളെ സേവിക്കേണ്ടതാണ്. എൻ്റെ ഉത്തരവാദിത്വം വെച്ചാൽ നാരായണ സേവയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാനവ സേവയാണ് മാധവ സേവ എന്ന്. സേവയാണ്, അല്ലാതെ സഹായമല്ല. അവരെ സഹായിക്കലല്ല, അവരെ സേവിക്കുക. ദാസനെ പോലെ നിന്നിട്ട്, ഒരു ഭഗവാന്റെ മുന്നിൽ ഭക്തനെ പോലെ നിന്നിട്ട്, ദാസനെ പോലെ നിന്നിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ കടമ. അതുകൊണ്ടാണ് മാനവ സേവ അഥവാ മാധവ സേവ എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ മാത്രമല്ല, മൃഗങ്ങളുടെ രൂപത്തിലും നമ്മുടെ മുന്നിൽ വരും. ഇതെല്ലാം ഭഗവാന്റെ വിലാസങ്ങളാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സേവിക്കുവാനുള്ളൊരു അവസരമാണെന്ന് കരുതി ചെയ്യുന്ന ആൾക്കാർ അവിടെ പുണ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അവിടെ മറ്റൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഭഗവാനെ സേവിക്കുന്നു എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വേറെ ഒന്നും അവിടെ പ്രതിഫലം ഇച്ഛിക്കുന്നില്ല.
മറ്റേത് പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് പുണ്യം കിട്ടും. അമ്പലത്തിൽ പോയിട്ട് ഞാൻ വഴിപാട് നടത്തുന്നു, എനിക്ക് പുണ്യം കിട്ടും. അവിടെ തുലാഭാരം നടത്തുന്നു, എനിക്ക് പുണ്യം കിട്ടും. ഞാൻ ഒരാളെ ആക്സിഡൻ്റായിട്ട് ആശുപത്രിയിൽ എത്തിക്കുന്നു, എനിക്ക് പുണ്യം കിട്ടും. ഞാൻ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, എനിക്ക് പുണ്യം കിട്ടും. അവിടെ പുണ്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ ഭഗവാൻ സേവ ചെയ്യുകയാണ്. അങ്ങനെ സർവ്വചരാചരങ്ങളെയും ഭഗവാനായി കണ്ട് അവർക്ക് സേവ ചെയ്യാൻ നിങ്ങൾ എപ്പോഴാണോ സന്നദ്ധരാകുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് കഴിയുന്നത്, ആ അവസരത്തിലാണ് നിങ്ങൾക്ക് മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. അപ്പോൾ പുണ്യവുമില്ല പാപവുമില്ല ഇവർക്ക്. നമ്മൾക്ക് ഇവിടുന്ന് മരിക്കുമ്പോൾ സമയത്ത് നമ്മുടെ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഓരോ കിഴികളുണ്ടാവും, സഞ്ചിത പാപങ്ങൾ. ഇത് ഇല്ലാത്ത ആൾക്കാണ് എന്ത് കിട്ടുക? മോക്ഷത്തിലേക്ക് എത്തുക. പുണ്യവുമില്ല പാപവുമില്ല. നമ്മളതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സേവനം ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് തടസ്സമായിട്ട് വരുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സമായിട്ട് വരികയാണ് എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം എന്നൊക്കെ പറഞ്ഞില്ലേ? അതിലേറ്റവും പ്രധാനമാണ് ക്രോധം എന്ന് പറയുന്നത്. കാമവും അതെ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ആ പലതിനോടുള്ള ആഗ്രഹം കാണുമ്പോൾ നമ്മൾ നമ്മുടെ വഴി അങ്ങോട്ട് വിട്ടുപോകും. നാരായണനെ സേവിക്കാൻ കിട്ടിയൊരു അവസരമാണ് ഇത് എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഈ വീണ് കിടക്കുന്ന ആളുടെ വേറെ ആരുമില്ല അവിടെ കേട്ടോ. അവിടെയാണ് നോക്കുന്ന സമയത്ത് ഒരു സ്വർണത്തിൻ്റെ ഒരിത്, അദ്ദേഹത്തിൻ്റെ പേഴ്സും ഇതൊക്കെ കാണുന്നു. ഉടനെ ആഗ്രഹം വന്നു, ഇദ്ദേഹത്തിനെ അങ്ങോട്ട് പറഞ്ഞു, അതിങ്ങോട്ട് എടുത്തു. നമ്മളെ തടയുകയാണ്. അവിടെ ആ കാമം നമ്മളെ പുറകോട്ട് കൊണ്ടുപോവാണ്, നമ്മളെ പിൻവലിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കാമക്രോധം മോഹലോഭാദികളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകും. അതിൽ വഴിതെറ്റിപ്പോകരുത്. അതാണ് നമ്മുടെ ശത്രുക്കൾ എന്നാണ് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടോ ഇതിൽ ഏറ്റവും വലിയ ശത്രു, മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നിതിൽ ക്രോധമറികടോ. മാതാപിതൃ ഭാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപമാൻ. ഇതിലേറ്റവും വലുതാണ് ക്രോധം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രോധത്തിനെ പറ്റി പറയുന്നറിയോ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ദേഷ്യം വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല, അത്ര കാര്യമാണ്. ഈ ഒരു കാരണം കൊണ്ട്, ദേഷ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അച്ഛനായാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ടില്ല, സഹോദരി ആയാലും വേണ്ടില്ല, സഹോദരന്മാരായാലും വേണ്ടില്ല, കൂട്ടുകാരെ പോലും കൊന്നുപോകുന്നത് ക്രോധം നിമിത്തമാണ്. അപ്പോൾ നമ്മളെ ആരാക്കി മാറ്റുന്നു? രാക്ഷസന്മാരാക്കി തീർക്കുകയാണ് ഈ ക്രോധം. അപ്പോൾ ഈ ക്രോധവും കാമവും ലോഭവും മോഹവും അഹങ്കാരവും ഡംബും എല്ലാം തന്നെ എന്താണെന്നറിയോ? നമ്മുടെ ശത്രുക്കളാണ്, അല്ലാണ്ട് അയൽവക്കത്തിലുള്ളവരല്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്രോധത്തിനെ നമ്മൾ നിയന്ത്രിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ നിയന്ത്രിക്കണം. ഈ പറയുന്ന ശത്രുക്കളെ നമുക്ക് എപ്പോഴാണോ നിയന്ത്രിക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മോക്ഷത്തിലേക്ക്, മുക്തിയിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ധർമ്മക്ഷയത്തിന്, ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മം ആവാൻ കാരണം ഈ പറയുന്ന ക്രോധമാണ്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അല്പം ദേഷ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യ നിമിത്തം നമ്മൾ ചെയ്തതെല്ലാം ഇല്ലാണ്ടാവും. എല്ലാവരും സ്നേഹിക്കും, ബഹുമാനിക്കും, ആദരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തു, എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു, വീട്ടിലേക്ക് ഒരാളെ ക്ഷണിച്ചിരുത്തി നല്ല സേവനം ചെയ്യണമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൊടുത്തു, എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷം ദാനങ്ങളും കൊടുത്തു. പോകാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ അവിടെ കൂടിയിരിക്കുന്ന, അവിടെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആൾ ഭക്ഷണം കഴിച്ചിട്ട് മറ്റൊരാൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ അതിലൊരാൾ ഇല എടുത്തിട്ട് നടന്നിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇയാൾ കാല് തട്ടി ഇയാളെ കയ്യിലുള്ള ഇല അടുത്ത ആളുടെ ഇലയിലേക്ക് വീണു. ഇത് ഇദ്ദേഹം കാണുന്നു. ക്രോധം നിമിത്തം അയാളെ പിടിച്ച് നാല് പൊട്ടിച്ചു. ഈ ചെയ്തതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? മൊത്തം പോയി. ആളുടെ ധർമ്മക്ഷയമാണ് വരുന്നത്. അപ്പോൾ ഈ ക്രോധത്തിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ ക്രോധം വളരെയേറെ ദ്രോഹം ചെയ്യും എന്നർത്ഥം. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ക്രോധത്തിനെ ഇല്ലാതെയാക്കണം, അതിനെ ജയിക്കണം എന്നാണ് പറയുന്നത്. ക്രോധമാണ് യമൻ എന്നാണ് പറയുന്നത്. ആ യമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഏറ്റവും നമ്മുടെ എല്ലാത്തിൻ്റെയും നാശത്തിൻ്റെ എല്ലാം കാരണം വെച്ചാൽ മരണത്തിൻ്റെ ദേവനാണ്, സന്തോഷത്തിൻ്റെ മരണത്തിൻ്റെ.
എല്ലാത്തിൻ്റെയും മരണത്തിന് ദേവനായി ഇത് മാറും. അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തൊക്കെയുണ്ടോ സന്തോഷം, ആ സന്തോഷമെല്ലാം തച്ച് കെടുത്തുന്നതും ക്രോധമാണ്. സമൂഹത്തിലുണ്ടാകുന്നതിനെല്ലാം തച്ച് കെടുത്തുന്നതും ക്രോധമാണ്. അപ്പോൾ ക്രോധത്തിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ആത്മാവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ ശ്രീരാമചന്ദ്രൻ പറയുന്ന പ്രധാനമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്രോധം യമനാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പറയുന്നത് തൃഷ്ണ അത് വൈതരണീയാണ്. വൈതരണി നദി എന്ന് വെച്ചാൽ സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് വൈതരണി നദി എന്ന് പറയുന്നത്. അതുപോലെ സന്തോഷം എന്ന് പറയുന്നത് നന്ദനോദ്യാനമാണ്. എപ്പോഴും സന്തോഷമുള്ളൊരു സ്ഥലമാണ് ഈ ഉദ്യാനം. മനഃശാന്തി എന്ന് പറയുന്നത് കാമധേനുവാണ്. എത്ര വേണമെങ്കിലും കാമധേനുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മൾ ശാന്തിയെ നേടണം. ലക്ഷ്മണ, നീ ശാന്തിയോടുകൂടി കാര്യങ്ങൾ നേടൂ, സംയമനത്തോടു കൂടി കാര്യങ്ങളെ നിയന്ത്രിക്കൂ. എന്ത് വിഷയം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, ഒന്നിനോട് നമുക്ക് താല്പര്യം തോന്നുവാണ്, താല്പര്യം തോന്നുമ്പോൾ നമ്മളൊന്ന് സംയമനം പാലിക്കുക. വേണ്ട, നാളെ ഇത് ദോഷം ചെയ്യുമോ നമ്മൾ ചിന്തിക്കുക. ദേഷ്യം വരുവാണ്, നമ്മളൊന്ന് നിയന്ത്രിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എന്ത് വേണം, നമ്മൾ ശാന്തിയോടുകൂടി അതിനെ നേരിടണം. അപ്പോൾ അത് അങ്ങനെ നേരിടുകയാണെങ്കിൽ നമുക്കൊരിക്കലും സന്താപം ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിരവധി കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആ ശരീരത്തിലുള്ള പ്രാണനെക്കുറിച്ച് പറഞ്ഞു, ബുദ്ധി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇതിനെല്ലാം മുകളിലാണ് ഈ ആത്മാവിൻ്റെ സ്ഥാനം. ആത്മാവെന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവും ജീവാത്മാവും എല്ലാം ഈശ്വരനാണ്. അപ്പോൾ എല്ലാത്തിനും മുകളിലാണ് ഇതിൻ്റെ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ആനന്ദപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും നമ്മളെ മുന്നിൽ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇതെല്ലാം താൽക്കാലികമായിട്ടൊരു മായ മാത്രമാണെന്ന് ചിന്തിക്കുക. അപ്പോൾ എന്ത് വേണം, ഇവിടെ നമ്മൾ ഓരോരോ ആൾക്കാർക്കും ഓരോരോ കർമ്മങ്ങളുണ്ട്. ഏത്? പ്രാരബ്ധ കർമ്മങ്ങൾ. ഈ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഭവിച്ചേ മതിയാവൂ. അതെങ്ങനെ? അത് ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളത് അനുഷ്ഠിക്കണം. നമ്മൾ ഇവിടെ ജനിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരുപാട് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ പാപഫലങ്ങളുണ്ട്, പുണ്യഫലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് സഞ്ചിത പാപങ്ങൾ കർമ്മങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കണം. നമുക്കിവിടെ ഡ്യൂട്ടിയാണ്. ഇത് അനുഭവിക്കാൻ വേണ്ടി ഡ്യൂട്ടി ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് അത് സംയമനത്തോടു കൂടി ശാന്തിയോടുകൂടി അതിനെ കൈകാര്യം ചെയ്തിട്ട് അതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കുക. ഈ ഒരു ജന്മത്തിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ പൂർണ്ണമായിട്ടും ഭഗവാനെ കണ്ടെത്തിയിട്ട് അതിന് സേവ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അതല്ലാതെ അഹങ്കാരത്തോടുകൂടി എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടത് അഹങ്കാരത്തെ ത്യജിച്ച് പരമാനന്ദത്തോടുകൂടി എല്ലാ മോഹങ്ങളെയും മനസ്സിൽ നിന്ന് കളഞ്ഞ്, അങ്ങനെ കളയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുരഭിമാനമൊക്കെ തോന്നും. ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ നമുക്ക് അഭിമാനക്ഷയം തോന്നും. പിന്നെ ഞാൻ അവൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നു. ഒരാൾ വൃത്തികെട്ട വാക്കുകൾ പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ പേടിച്ചിട്ടാണെന്ന് പറയും, നാടൻ കെട്ടവൻ പറയും. ആയിക്കോട്ടെ, അവിടെ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാരും തെറിവാക്ക് പറയുമ്പോഴും പല പ്രകോപനമായ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്ക് ദുരഭിമാനം തോന്നും. നമ്മളത് പ്രതികരിക്കാതിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിജീവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത് നോക്കാം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരും. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു
മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മനമല്ലോ പരമാപദാസ്മദം. സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകലോ. ആത്മാവിനേതുമേ പീഡയുണ്ടാകരുത് ആത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകരെ കളഞ്ഞുടൻ ഉൾക്കനിവോടനുഗ്രഹിച്ചിടണം. അമ്മയോട് പറയാണ്, ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു. നീ അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, നിന്റെ രോഷങ്ങളൊക്കെ അടക്കുക എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് അമ്മയോട് പറയുന്നത്, എൻ്റെ വാക്കുകൾ കേൾക്കണം. അത് കേട്ടിട്ട് വിഷമമൊന്നും തോന്നരുത്. അതിൻ്റെ പേരിൽ ഒരു ആത്മപീഡയും ഉണ്ടാകരുത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആത്മാവിനെ അറിയാതെയാണ് നമ്മൾ ആത്മാവിനെ പീഡിപ്പിക്കുന്നത്. നമ്മൾക്ക് ഒരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടറിയോ? അതിൻ്റെ ആത്മാവ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. സാക്ഷാൽ സർവീശ്വരനാണ്. ആ സർവീശ്വരനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ സർവീശ്വരന് സന്തോഷകരമായ കാര്യം മാത്രമേ നമ്മൾ ചെയ്യാവൂ. അല്ല, അതിനെ പീഡിപ്പിക്കുന്ന, മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. കാരണം ഈ ആത്മാവ് ഈ ശരീരം വിട്ട് ഏത് നിമിഷം വെളിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവിന് ഒരു തരത്തിലുള്ള പീഡയും ഉണ്ടാകാതെ അതിനെ സന്തോഷിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലവും ചെയ്തത് ആ ആത്മാവ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആത്മാവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവിന് ഒരു കാരണവശാലും പീഡിപ്പിക്കരുത് നമ്മൾ ആരും തന്നെ. സർവ്വലോകങ്ങളിലും വസിക്കുന്ന ജനങ്ങളും എപ്പോഴും ഒരുമിച്ച് കൂടി വാഴുന്നില്ല. ഉണ്ടോ? ഇവിടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോടാനുകോടി ജനങ്ങളുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചാണോ കഴിയുന്നത്? അല്ല. എന്നാൽ ഈ ആത്മാവ് എന്ന് പറയുന്നതില്ലേ, സർവജ്ഞയാണ്. നമ്മുടെ ശരീരം ആയിരക്കണക്കിന് കോടിക്കണക്കിന് ശരീരങ്ങൾ പലതുണ്ട്, പല സ്ഥലത്തുണ്ട്. അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, കാശ്മീരിലുണ്ട്. ഇതെല്ലാം ശരീരങ്ങളാണ്. അപ്പോൾ പല സ്ഥലത്തായിട്ട് നിരവധി ജനങ്ങളുണ്ട്. പക്ഷെ ഇവരെല്ലാം ഒന്നിച്ചല്ല കഴിയുന്നത്. അല്ലല്ലോ, കാശ്മീരിലും ലണ്ടനിലും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉള്ളത്. നമ്മളോടൊന്നിച്ചല്ല അവർ കഴിയുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവ്, ലണ്ടനിലുള്ള ഒരാളുടെ ആത്മാവും കാശ്മീരിലുള്ള ആത്മാവും എല്ലാം ഒന്നിച്ചാണ് കഴിയുന്നത്. അത് പിടിയിട്ടില്ല അല്ലേ? കാരണം നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവുണ്ട്, നമ്മുടെ വെളിയിൽ പരമാത്മാവുണ്ട്. ഞാൻ മുന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്, ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ചല്ലേ കഴിയുന്നത്. ജീവാത്മാവ്, ഈ പരമാത്മാവിൽ നിന്ന് വന്ന ജീവാത്മാവാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ ഈശ്വരാംശമാണ് നമ്മളിലുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്, അതിൻ്റെ അകത്താണ് നമ്മളുള്ളത്. അപ്പോൾ അത് ഒന്നിച്ചാണുള്ളത്. പക്ഷേ ശരീരം വിഭിന്നങ്ങളാണ്. അതുകൊണ്ടാണ് അതെല്ലാം വേറെ വേറെയാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു കേവലം 14 വർഷം ഞാൻ വനവാസത്തിന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം അങ്ങോട്ട് കളഞ്ഞിട്ട് മനസ്സിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ടാക്കി ആ സന്തോഷത്തിൽ കൂടി എന്നെ പോകാനായിട്ട് അനുഗ്രഹിക്കുക എന്നിവിടെ പറയുന്നു. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഒരുപാടായിട്ട് പോകാൻ പറ്റും, കുറച്ച് നമുക്ക് പഠിക്കാം, അതല്ല നല്ലത്. ഏതായാലും ഈ രാമായണത്തിലെ ശ്രീരാമഗീത നമ്മൾ പരമാവധി സജ്ജനങ്ങളിലേക്ക് എത്തിക്കണം. ഒരു കുടുംബത്തെ തന്നെ ശരിക്കും രാമായണ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു കുടുംബവും നന്നാവും. കലഹമില്ലാത്ത അന്തരീക്ഷം വരും.
എന്തുകൊണ്ടാണ്? അവിടെ ആ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാവരിലും എന്തുണ്ട്? ആ ഈശ്വരീയ ചൈതന്യമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്. അപ്പോൾ ഒരു ഈശ്വരൻ, ശരിക്കും നമ്മുടെ സങ്കല്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്മ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വരനല്ലേ ഉള്ളത്? നമ്മളെല്ലാവർക്കും നന്മയല്ല ചെയ്യേണ്ടത്? ആ ചിന്ത നമുക്കുണ്ടാവണം ഈ ഭാഗം വായിക്കുമ്പോൾ. അതേപോലെ ഈശ്വരനെ സേവിക്കാൻ കിട്ടുക എന്നുള്ളത് ഈ അസുലഭ നിമിഷമാണ്. വീട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ, എല്ലാം എന്താ? ഈശ്വരനാണ്. ഈ രണ്ട് തത്വം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കലഹമില്ല, ബഹളമില്ല, മത്സരബുദ്ധിയില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാകും. ഈ വിവരം നിങ്ങൾ അവരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നാരായണനെ സേവിക്കുകയാണ്. ഈ തത്വം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവർക്കൊരു സേവയാണ് ചെയ്തു കൊടുക്കുന്നത്. അവരെ നല്ലതിലേക്ക് കൊണ്ടുവരാൻ ദൈവമായിട്ട് നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? അത് അവരിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെയോ, ഇതിൻ്റെ അടുത്ത ഭാഗം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ ചാനലിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. ഞാൻ സംസാരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ടുണ്ടാവും. തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. എന്താണ് ഗുണം എന്നറിയോ? അടുത്ത തവണ ഞാനിവിടെ രാമായണ പ്രഭാഷണം നടത്തി ഈ യൂട്യൂബിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും, രാമായണത്തിൻ്റെ പ്രഭാഷണം വന്നിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്ത് അത് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏതായാലും അടുത്ത ഭാഗം അടുത്ത തവണ കൊണ്ടുവരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.